മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് അക്ഷയയിലൊന്നും പോകാതെ സിമ്പിൾ ആയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, പലർക്കും യൂസ്ഫുൾ ആവുന്ന, പ്രത്യേകിച്ച് ന്യൂ പാരൻസിന് യൂസ്ഫുൾ ആവുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. കുറച്ചു കാലം മുന്നേ വരെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ജനിച്ച ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ മോൻ ജനിച്ച സമയത്ത് റൂൾസ് കുറച്ച് മാറ്റം വന്നിട്ടുള്ള ടൈമായിരുന്നു. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായത് ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള ഫോം നമുക്ക് ഹോസ്പിറ്റലിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് അവർ തന്നെ കോർപ്പറേഷനിലേക്ക്, അതായത് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് ഫോർവേഡ് ചെയ്യും. പക്ഷെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം അക്ഷയയിലേക്ക് എങ്ങനെ പോയിട്ട് ഇതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അതിനെ കുറിച്ച് അറിയണേ. അതായത് കേരള സർക്കാരിന്റെ കെ സ്മാർട്ട് എന്ന് പറയുന്ന പോർട്ടൽ വഴി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇത് അറിയാത്തതുണ്ടായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ പോർട്ടൽ വഴി എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണേന്നുള്ളത് അതിന്റെ സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഗൂഗിളിൽ കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കെ സ്മാർട്ടിൻ്റെ പോർട്ടൽ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഡിസ്പ്ലേ ആണ് വരിക. അതിൽ ആദ്യം തന്നെ കണ്ടോ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ ആദ്യം ഡിസ്ട്രിക്റ്റ് തൃശ്ശൂർ എന്ന് കൊടുത്തു. അതേപോലെ ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് കൊടുത്തു. അതേപോലെ ലോക്കൽ ബോഡി വീണ്ടും ചോദിക്കുന്നത് ഡിസ്ട്രിക്റ്റ് ഏതാന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഡിസ്ട്രിക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് മദേഴ്സ് നെയിമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ നെയിം കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യാണ്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള രജിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ റോബോട്ട് അല്ല എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതേപോലെ കാണാൻ സാധിക്കും. ഇതിന് നമുക്ക് സിമ്പിളായിട്ട് PDF ആയിട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും പിന്നീട് അത് പ്രിൻ്റ് എടുക്കാനും പറ്റും.